പ്രിയമുള്ളവരെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണെന്ന് പറയപ്പെടാറുള്ള വിജയരാഘവൻ, അദ്ദേഹത്തിൻ്റെ നാക്ക് പിയ അല്ലെങ്കിൽ ആശയപ്പിയ വളരെ പ്രസിദ്ധമായി കൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നതിനെതിരെയാകുന്നു എന്ന ഒരു രീതി പൊതുവെയുണ്ട്. പറഞ്ഞതിന് ശേഷം അത് പറഞ്ഞതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് ആകെ വഷളാവുന്ന ഒരവസ്ഥയും നിലനിൽക്കുകയാണ്. വയനാട് മണ്ഡലത്തിൽ നിന്ന് രാഹുലും പ്രിയങ്കയും പാർലമെൻറ്റിലെത്തിയത് വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന് അദ്ദേഹം നിരുപാധികം പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞാൽ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. പിന്നെ അത് വ്യാഖ്യാനിച്ചു, ആ വോട്ട് ചെയ്തതിൽ വർഗീയവാദികളുണ്ട്, അവരൊപ്പം കൂട്ടുകൂടിയത് കൊണ്ട് മൊത്തം പറഞ്ഞതാണ് എന്നൊക്കെയുള്ള അഴകൊയമ്പൻ സമീപനങ്ങളും വ്യാഖ്യാനങ്ങളും ജനങ്ങളതൊക്കെ തള്ളിക്കളയും. വർഗീയവാദികളുടെ വോട്ട് അവർ പിടിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടാമെന്നല്ലാതെ വർഗീയവാദികളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഇവർ രണ്ടുപേരും പാർലമെൻറ്റിലെത്തിയത് എന്ന് പറയുന്നത് അബദ്ധമാണ്. അതേസമയം ചിന്താശേഷിയില്ലാത്ത ഒരു വിഭാഗം മതക്കാരുടെ വോട്ട് കൊണ്ടാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൽ അർത്ഥമുണ്ടാവുമായിരുന്നു. അങ്ങനെ പറയാനുള്ള കാരണം, ഒരു ചിന്താശേഷിയുള്ള ഒരു മുസ്ലിമാണ് എങ്കിൽ അല്ലെങ്കിൽ മതേതരവാദിയാണ് എങ്കിൽ അവിടുന്ന് പ്രിയങ്കയെ പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കാൻ അവൻ അധ്വാനിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ബാബരി മസ്ജിദ് നിന്നിരുന്ന സ്ഥാനത്ത് അവിടെ ആ പള്ളി തകർത്ത് ക്ഷേത്രമുണ്ടാക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് അതിൻ്റെ തറക്കല്ലിടലിന് ക്ഷണിക്കാത്തതിൻ്റെ പേരിൽ പിണങ്ങി നിന്ന ഒരു സ്ത്രീയാണ് പ്രിയങ്ക എന്നത് ജനാധിപത്യ ബോധമുള്ള മുസ്ലിം ബോധമുള്ള ആളുകൾ ചിന്തിക്കണം. അതിൻ്റെ പേരിൽ ഇവിടുത്തെ ലീഗ് പ്രതിഷേധിച്ചു, കോൺഗ്രസിനോട് പ്രതിഷേധം അറിയിച്ചു, അങ്ങനെയൊക്കെ ചെയ്തതാണ്. ആ പെണ്ണത് തിരുത്തിയതായി നമ്മൾ അറിഞ്ഞിട്ടുമില്ല. അങ്ങനത്തെ ഒരു സ്ത്രീക്ക് വോട്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്ന് ബോധമുള്ള മതേതരവാദിയും മുസ്ലിമും ചിന്തിക്കേണ്ടിയിരുന്നു. പക്ഷെ അതൊന്നും പൊതുവെ ലീഗ് രാഷ്ട്രീയത്തിലോ മറ്റോ ഒരു ഗഡുകളില്ല. നേതാക്കൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് അടിമകളെപ്പോലെ വോട്ട് ചെയ്യുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ചുരുക്കി പറഞ്ഞു വന്നത്, വർഗീയവാദികളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് അവർ പാർലമെൻറ്റിലെത്തിയത് എന്ന അർത്ഥത്തിലുള്ള പ്രസ്താവന ശരിയല്ല. ഈ ന്യൂനപക്ഷ വർഗീയവാദികളെന്ന് ആക്ഷേപിക്കപ്പെടുന്നവരുടെ വോട്ടില്ലെങ്കിലും അവർ പാർലമെൻറ്റിലെത്തുമെന്ന് അവർ നേടിയ വോട്ടിൻ്റെ കണക്ക് പരിശോധിച്ച ഏത് ബുദ്ധിയുള്ള ആൾക്കും ബോധ്യപ്പെടും. അതേസമയം മതബോധമില്ലാത്ത, ചിന്താശേഷിയില്ലാത്ത ഒരു വിഭാഗം ആളുകളുടെ വോട്ട് കൊണ്ടാണ് അവർ ഇത്ര വലിയ ഭൂരിപക്ഷത്തിന് പാർലമെൻറ്റിലെത്തിയത് എന്ന് പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ്. ഇങ്ങനെ പറയാൻ കാരണം, മതേതരത്വത്തിൻ്റെ പ്രതീകമായിരുന്ന ബാബരി മസ്ജിദ് അക്രമപരമായി തകർത്ത സ്ഥാനത്ത് കോടതിയുടെ പിന്തുണയോടുകൂടെ ക്ഷേത്ര നിർമ്മാണം നടന്നപ്പോൾ മതേതരത്വം സംരക്ഷിക്കണമെന്ന ബോധമുള്ള ഒരാളും ആ ക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്. കോടതിയുടെ മേലിൽ അടിച്ചേൽപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ ശിലമാകുന്ന ചടങ്ങിലേക്ക് വിളിക്കാത്തതിൻ്റെ പേരിൽ പിണങ്ങി നിന്ന ഒരാളെ മഹാഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക എന്ന ഏറ്റവും ഷണ്ഡത്വം ആണ് വയനാട്ടിലുള്ള ജനാധിപത്യവാദികളും അതുപോലെ തന്നെ മുസ്ലിങ്ങളൊക്കെ ചെയ്തത് എന്നതൊരു ശരിയായ യാഥാർത്ഥ്യമാണ്. അതിലേക്ക് വരാതെ അവർ പാർലമെൻറ്റിൽ എത്തിയത് മുഴുവൻ വർഗീയവാദികളുടെയും വോട്ട് കൊണ്ടാണ് എന്ന് പറയുന്ന ഈ വിജയരാഘവൻ്റെയും അതേ ആശയത്തിൽ തന്നെ ഏകദേശം വയനാട് മണ്ഡലത്തിൽ 1000 വോട്ടില്ലാത്ത SDPIയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പിന്തുണ കൊണ്ടാണ് ഇവർ അവിടെ പാർലമെൻറ്റിലെത്തിയതെന്ന് ചിന്താശേഷിയില്ലാത്ത LDFൻ്റെ പല നേതാക്കളും പലപ്പോഴും ഇതുപോലെയുള്ള പ്രസ്താവന നടത്താറുണ്ട്. മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കാനുള്ള കാരണം തന്നെ ജമാഅത്തിൻ്റെയും SDPIയുടെയും ശക്തിയാണ്, വോട്ടാണ് എന്ന് വിഡ്ഢിത്തം പറഞ്ഞവരാണ് ഗോവിന്ദൻ, അതുപോലെ ബാലൻ എന്നൊക്കെ പറയുന്ന കുറേ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ വലിയ വലിയ ആളുകളാണെന്ന് പറയപ്പെടുന്നവർ. അവർക്കൊന്നും തിരിച്ചറിവില്ല. അതുപോലെ തന്നെ EK സമസ്തയുടെ പിന്തുണ LDFനാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം പോലും അത് ബോധ്യപ്പെടാതെ മുക്കം ഉമ്മർ ഫൈസിയെ വീട്ടിൽ ചെന്ന് അഭിനന്ദിക്കുകയും ചെയ്ത വേറൊരു ജയരാജൻ്റെ, ആ ജയരാജൻ്റെയും ചിന്താശേഷി ഈ വിഷയത്തിൽ വളരെ മോശമായിട്ടാണ് മനസ്സിലാകുന്നത്. ഒരു വോട്ട് പോലും അവരുടെ വീട്ടുകാരുടെ വോട്ട് പോലും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അവിടെയാണ് ഫുൾ പിന്തുണ നമുക്ക് കിട്ടിയെന്ന തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിൽ. ഈ തെറ്റിദ്ധാരണ പോലെ തന്നെയാണ്
ഇവിടെ നിർണായകമായൊരു ശക്തിയാണ്, വെറും 3000 വോട്ട് കേരളത്തിലുള്ളൂ എന്ന് അവർ തന്നെ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതേ രീതിയിലുള്ള SDPIക്കാരുടെയും പിന്തുണ കൊണ്ടാണ് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് എല്ലാ മണ്ഡലങ്ങളിലും എതിർ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എന്ന് പെരുമ്പറയടിക്കുന്നത് ഷണ്ടത്വം മാത്രമാണ്. നല്ല ഭരണം കേരളത്തിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന റോഡ് വികസനത്തിലും മറ്റുമൊക്കെ നടത്തുന്ന ജനങ്ങൾക്ക് ആശ്വാസകരമായ പെൻഷൻ പോലുള്ള പദ്ധതികളൊക്കെ വളരെ വ്യക്തമായി നടപ്പിലാക്കിയ ഈ സർക്കാർ വീണ്ടും തുടർഭരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തടയിടാൻ മാത്രമേ വിജയരാഘവനെ പോലെയുള്ള തീരെ ചിന്താശേഷി ഇല്ലാത്തവരെന്ന് പറയേണ്ടി വന്ന ഇവരുടെയൊക്കെ പ്രസ്താവന മുതൽക്കൂട്ടാവുകയുള്ളൂ. ഒരു ഉപകാരവും ഇവരുടെ പ്രസ്താവന കൊണ്ടോ ഇവരുടെ സാന്നിധ്യം കൊണ്ടോ ആ പാർട്ടിക്കോ ആ മുന്നണിക്കോ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. നാക്ക് പിഴയാണെങ്കിൽ അത് പിഴയാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒഴിവാകുക എന്നല്ലാതെ അത് വ്യാഖ്യാനിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വശീകരിക്കുന്നതിൽ അർത്ഥമില്ല. ചിന്താശേഷിയില്ലാത്ത ആളുകളോട് മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രയോജനമുള്ളൂ. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം ഒരു കനൽക്കട്ടയായി അവശേഷിക്കുന്ന ഇടതുപക്ഷം കേരളത്തിലെങ്കിലും പിടിച്ചു നിൽക്കണമെന്നാണ് എല്ലാ മതേതര വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. വർഗീയവാദികളോട് ശക്തമായി പോരാടാൻ പറ്റുന്ന ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും ഈ പാർട്ടിക്കാണ്, ഈ മുന്നണിക്കാണ് കഴിയുക എന്ന് വിശ്വസിക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, അവിടെ വർഗീയവാദികളോട് ഞങ്ങൾ എതിരാണ് എന്ന് പറയും, അവിടെ പോയി അന്തി ഉറങ്ങും, അവരോടൊപ്പം കൂടും. അങ്ങനെയുള്ള പാർട്ടികളാണ് ഉള്ളതെങ്കിൽ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മുന്നണി ഇങ്ങനെയുള്ളത്. ഈ മുന്നണിയെ ഇത്തരം നേതാക്കന്മാർ ഇല്ലാത്ത പ്രസ്താവനകളും ഇല്ലാത്ത നയങ്ങളും, മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ അങ്ങനെ ഒരു നയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, അതൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയെ വളരെയധികം മോശമാക്കി ഭരണത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള പണികളാണ് ഇവരെ. ആരുടെയെങ്കിലും അച്ചാരം വാങ്ങിയിട്ടാണോ ഇത് പറയുന്നത് എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ കാര്യങ്ങളും ഇപ്പോൾ സംശയത്തിൻ്റെ നേരിലാണ്. ഇത്തരം പാർട്ടികളിൽപ്പെട്ട ആളുകൾ തന്നെ ഇങ്ങനെ പറയുമ്പോഴല്ലേ ആ പാർട്ടിക്കെതിരെ ജനശബ്ദം ജനരോഷമൊക്കെ ഉയരുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് മറുപാർട്ടികളിൽപ്പെട്ട ആരെങ്കിലും അച്ചാരം കൊടുത്തിട്ടാണോ ഇതൊക്കെ പറയിപ്പിക്കുന്നത് എന്നതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പം ഇതിൻ്റെ പേരിൽ SDPIയും ജമാഅത്തും കേരളത്തിൽ വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കുന്നത് വളരെയധികം അപകടം ഭാവിയിൽ അതുണ്ടാക്കും. അത് തിരിച്ചറിയാതെ SDPIയൊക്കെ ഇപ്പോൾ കുറേ കേസുകൾ ഭയക്കുന്നുണ്ട്. ആ കേസുകളെക്കുറിച്ച് യാതൊരു വിട്ടുവീഴ്ചയും LDF സർക്കാർ ചെയ്യില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സർവ്വ ന്യൂനപക്ഷ വർഗീയവാദികളും ഈ സർക്കാരിനെ ഒന്ന് വെഴുതെറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവർ സ്ഥാനാർത്ഥി പോലും നിർത്താധിക പിന്തുണയാണ് SDPIയൊക്കെ ഇക്കാലം അത്രയും ഇവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ്? അവരെ 10 വോട്ട് കൊണ്ട് ഭിന്നിച്ചു പോകണ്ട, എങ്ങനെയെങ്കിലും ഈ LDF തകരട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. കാരണം UDF വന്നാലേ അവരുടെ ഈ വർഗീയ സമീപനങ്ങൾക്കൊക്കെ ഒത്താശ ചെയ്യാൻ ആളെ കിട്ടുകയുള്ളൂ. LDF ഭരിക്കുമ്പോൾ പോലീസിൻ്റെ വർഗീയത മാത്രം സൂക്ഷിച്ചാൽ മതി എന്ന അവസ്ഥയാണുള്ളത്. UDF ഭരിക്കുകയാണെങ്കിൽ ഭരണത്തിലുള്ള കക്ഷികളുടെ വർഗീയതയും പോലീസിൻ്റെ സ്വതസിദ്ധമായ വർഗീയതയും രണ്ടും സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ മുസ്ലിങ്ങൾക്കൊക്കെ എതിരെ, ന്യൂനപക്ഷങ്ങൾക്കൊക്കെ എതിരെ ഭരണകൂട ഭാഗത്തു നിന്നുള്ള കടന്നാക്രമങ്ങൾ ഉണ്ടാവൽ മറുചേരിയിൽ നിന്നാണെന്ന് ഇക്കാലം അത്രയുമുള്ള ചരിത്രം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഈ LDF ഭരിക്കുമ്പോൾ വർഗീയ പ്രശ്നങ്ങളില്ല എന്ന് ചോദിച്ചാൽ മഹാഭൂരിഭാഗം വർഗീയ പ്രശ്നങ്ങളും ഈ സർക്കാരിനെ അലോസരപ്പെടുത്തണമെന്നും അസ്ഥിരപ്പെടുത്തണമെന്നും ആഗ്രഹിക്കുന്ന പോലീസിലുള്ള വർഗീയവാദികളുടെ ഭാഗത്തു നിന്നാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ വഴി സർക്കാരിനെ മുൻമുളയിൽ നിർത്താനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന ഈ വിജയരാഘവനെ പോലുള്ള, അതുപോലെ ബാലനെ പോലുള്ള ഇവരൊക്കെ സൈഡാക്കാൻ ആ പാർട്ടിക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇനിയും പാർട്ടി ദുർബലമാവുകയും ജനമനസ്സുകളിൽ നിന്ന് ഇത്തരം പ്രസ്താവന വഴി അകന്നു പോവുകയും ചെയ്യും എന്നത് മനസ്സിലാക്കാൻ വൈകുന്നത് വളരെയധികം പ്രത്യാഘാതങ്ങൾ ആ പാർട്ടിക്ക് സൃഷ്ടിക്കും. ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വലിയ പ്രയാസമാണ് ഇത്തരം നേതാക്കൾക്ക്. അതേസമയം ഇങ്ങനെയുള്ള വലിയ വലിയ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും. ഇവരുടെ ഉള്ളിലൊന്നും വർഗീയത ഇല്ല എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ പറയുന്ന വാക്കുകൾ തെറ്റിപ്പോവുകയാണ്, എന്നിട്ട് അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. വിജയരാഘവനൊക്കെ മുമ്പ് വലിയ മുസ്ലിങ്ങൾക്കൊക്കെ വാദിച്ചിരുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കൊക്കെ തെറ്റിപ്പോവുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള
പ്രായാധിക്യം കൊണ്ടോ മറ്റൊന്നും അറിയില്ല, ഇത്തരം ആളുകളെ പാർട്ടിയിൽ നിന്നും സൈഡാക്കി ചിന്താശേഷിയുള്ള, പറയുന്നതും ഇതൊക്കെ എന്താണെന്ന് തിരിച്ചറിവുള്ള നേതാക്കളുടെ കയ്യിൽ ആ പാർട്ടി വന്നെങ്കിലേ മൊത്തത്തിൽ മതേതര വിശ്വാസികൾക്ക് ആശ്വാസമുള്ളൂ എന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പറയാനുള്ളത്.